ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് മുതൽ ഇങ്ങോട്ട് സൂറത്തുൽ അലക്കിൻ്റെ ആദ്യത്തെ 5 ആയത്തുകൾ. ഇത് സാധാരണഗതിയിൽ കൂടെ പഠനത്തിൻ്റെയും വായനയുടെയും വിശുദ്ധ വെളിപാടിൻ്റെ വഹിയിൻ്റെ ആദ്യഘട്ടത്തെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കൂടുതലായി നമ്മൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇതിന് വളരെ അപാരമായൊരു കണക്ഷൻ ഈ സൂറത്തിൻ്റെ അവസാനവുമായിട്ടുണ്ട് എന്നാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. സാധാരണഗതിയിൽ അധികമൊന്നും അത് പരാമർശിച്ച് കാണാറില്ല. കാരണം എന്തിനാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം അതിന് അവസാന ഭാഗത്താണ് കിടക്കുന്നത് എന്നാണ്. കല്ല ലാ തുത്യ വസ്ജുദ് വഖ്തരിബ്, നീ അവരെയല്ല എന്നെയാണ് അനുസരിക്കേണ്ടത്, ചുറ്റിനുമുള്ളവരെ നീ അനുസരിച്ചു പോകരുത്. കല്ല ലാ തുത്യ വസ്ജുദ് വഖ്തരിബ്, എനിക്ക് സുജൂദ് ചെയ്യുകയും എന്നിലേക്ക് അടുക്കുകയും നീ ചെയ്യണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇതാണ് ഈ സൂറത്തിൻ്റെ മത്ലവും മക്തവും, അതിൻ്റെ തുടക്കവും ഒടുക്കവും തമ്മിലുള്ള ബന്ധമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതായത് ഫല്യദുഉ നാദിയ സനദുഉ സബാനിയ, ഇതിൻ്റെ അവസാന ഭാഗത്തുള്ള മറ്റൊരായത്താണ്. അവൻ്റെ കൂട്ടക്കാരെ വിളിക്കട്ടെ, സനദുഉ സബാനിയ, നാം നമ്മുടെ കൂട്ടക്കാരെ, ശിക്ഷയുടെ മാലാഖമാരെ നാം വിളിക്കുമെന്ന്. അതായത് മനുഷ്യൻ്റെ അങ്ങേയറ്റത്തെ അഹങ്കാരവും അതിരുകവിച്ചലും മനുഷ്യനെ എവിടെ കൊണ്ടെത്തിച്ചു എന്നും മനുഷ്യൻ എപ്രകാരമാണ് പടച്ചവനിലേക്ക് തിരിച്ചു വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, മനുഷ്യൻ അവനെ സൃഷ്ടിച്ച അവൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കട്ടെ. അങ്ങനെയെങ്കിൽ കല്ലാ ലാ തുത്യ വസ്ജുദ് വഖ്തരിബ്, മറ്റുള്ളവരെ അനുസരിക്കാതെ, മറ്റുള്ളവർക്ക് കീഴ്പ്പെടാതെ എന്നെ മാത്രം അനുസരിച്ച് അവർക്ക് എൻ്റെ സമീപസ്ഥനാക്കാൻ സാധിക്കുമെന്നാണ് പടച്ചറബ് പറയുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് ചിലർ വിശദീകരിക്കുന്നത്.